ഞാൻ വർഷയാ. ചേച്ചിയുടെ സ്വന്തം അനിയത്തി തന്നെയാ. ചേച്ചി എന്നെ മറന്നോ? നിന്നെ മറക്കാൻ പറ്റൂ മോളെ? നീ മരിച്ചിട്ടില്ല. നീ എന്താ ചെയ്തത്? എവിടെയാ ഒളിച്ചത്? എവിടെയായിരുന്നു ഇതുവരെ? എവിടുന്നാ നീ ഇപ്പൊ വരുന്നേ? ഞാനെല്ലാം വിശദമായിട്ട് പറയാം ചേച്ചി. പക്ഷേ അതിനു പറ്റിയ സ്ഥലവും സാഹചര്യവും അല്ലത്. ചേച്ചിക്ക് ഓർമ്മയുണ്ടോ, ഒരു മനസ്സും രണ്ട് ശരീരവുമായി നമ്മൾ കെട്ടിപ്പിടിച്ചുറങ്ങുന്നതൊക്കെ? ആ കാലമൊക്കെ നമുക്കിനി തിരിച്ചു കിട്ടുമോ ചേച്ചി? അതിനുള്ള മറുപടി നീ തന്നെ പറ. തിരിച്ചു വരും. ഞാൻ ഇനി ചേച്ചി വിട്ട് എങ്ങും പോകുന്നില്ല. വർഷേ, ഈ സമയത്ത് ഇവിടെ സന്ദർശകരെ അങ്ങനെ കടത്തി വിടാറില്ല. എന്നിട്ടും നീ എങ്ങനെ അകത്ത് വന്നു? ഞാനിപ്പോഴും നിയമപരമായി വിക്രമിന്റെ ഭാര്യയാണ് ചേച്ചി. വിക്രമിന്റെ ഭാര്യയെന്ന് കേൾക്കാത്ത താമസം തടയാൻ വന്ന കൈകളൊക്കെ പിൻവലിച്ചു. വിക്രം അവനെ എന്നെ ചതിച്ചത്. നമ്മളെ കുടുംബാംഗങ്ങൾക്കിടയിൽ ആദ്യം എന്റെ തനി നിറം മനസ്സിലാക്കിയത് ഞാനാ. ഞാനതിന് ശക്തമായി അവനോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ വൈരാഗ്യം തീർക്കാൻ അവൻ അവസരം കിട്ടിയത് ഇപ്പോഴാ. എന്നെ തകർക്കാൻ മയക്കുമരുന്ന് തന്നെ അവൻ ആയുധമാക്കി. മോളെ, നിന്നെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ഒന്ന് മാത്രം അറിഞ്ഞാൽ മതി. അവൻ നിന്നെ കൊക്കയിലേക്ക് തള്ളിയിട്ടതാണോ? നിങ്ങൾ നടന്നോളൂ. വന്ദന, നിനക്കൊരു വിസിറ്റർ ഉണ്ട്. വന്ദനയ്ക്കൊരു വിസിറ്റർ ഉണ്ട്. മോൾ അവസാനമായി ഞങ്ങളെ കണ്ടത് കാറ്ററിംഗുകാരുടെ വേഷത്തിലാണ്. അത് കഴിഞ്ഞിപ്പോ മോളെ ആദ്യമായി ഞങ്ങൾ കാണുന്നത് തടവ് പുള്ളിയുടെ വേഷത്തിലും. അച്ഛനമ്മമാർക്കും മോൾക്കും ദൈവം ഓരോരോ വേഷങ്ങൾ തുന്നി വെച്ചിരിക്കുക. സമയമാകുമ്പോ എടുത്തണിയിച്ച് ഓരോരോ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ. അല്ലേ സോമ? തടവുകാരിയുടെ വേഷം കിട്ടി ആടുന്നത് കാണാൻ സോമനങ്ങളിലും വിധിയുണ്ട്, അല്ലെങ്കിലേ?
മോള് ജയിലിലാണെന്നുള്ള വിവരം മാധവനെയും ചന്ദ്രികയെ അറിയിക്കേണ്ട കടമ എനിക്കല്ലേ മോളെ? അങ്ങനെ അറിയിച്ച് കൂട്ടിക്കൊണ്ടുവന്നതാ. നന്നായി അങ്കിളെ. അങ്കിൾ ഇവരെ എവിടുന്നോ കൂട്ടിക്കൊണ്ടുവന്നത്? എവിടെയാ ഇവരിപ്പോ താമസിക്കുന്നത്? അന്നൊന്നും പറയാതില്ലേ മുങ്ങിക്കളഞ്ഞത്? എവിടെ നിങ്ങൾ കഴിയുന്നേ? മോളെ, ഞങ്ങൾക്ക് കഴിയാൻ താൽക്കാലികമായ ഒരു മേൽക്കൂരയുണ്ട്. അവിടെ തീ പുകയാനുള്ള മാർഗം സോമനങ്ങൾ ഉണ്ടാക്കി തന്നു. ഒരല്ലിലും കൂടാതെ മനസ്സമാധാനത്തോടെ ഞങ്ങൾ കഴിയുന്നുണ്ട്. മനസ്സമാധാനത്തോടെ കഴിയുന്നോ? എവിടെ അങ്കിളെ അമ്മ മേൽക്കൂര? അച്ഛന്റെ അമ്മയുടെയും കൂടെ ഒരു ദിവസം അവിടെ കഴിയണമെന്ന് വലത് കൊതിച്ചു പോവാ. എനിക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ലല്ലോ.